നമസ്കാരം, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു കുക്കിംഗ് ഉണ്ടാക്കിയാലോ? ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. വിശദമായിട്ടുള്ള മെഷർമെൻറ്റും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം കേട്ടോ. ആദ്യമേ തന്നെ 3 നന്നായിട്ട് പഴുത്ത പഴം നമ്മൾ ഈ ബൗളിനകത്തോട്ട് ഇടുവാണ്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇത് ക്യാവൻഡിഷ് ബനാനയാണ്. നമുക്കിവിടെ സുലഭമായിട്ട് സാധാരണ കിട്ടുന്ന തരത്തിലുള്ള പഴമാണിത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ചെറുപഴം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത്തപ്പഴം ഉപയോഗിക്കാം. ചെറുപഴമാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏത്തപ്പഴം അതിൻ്റെ വലുപ്പം അനുസരിച്ച് ഒരു 2 എണ്ണമൊക്കെ ധാരാളം മതിയാവും. ഇനി ഞാനിതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തു. പഴുത്ത പഴമായതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ഞാനിതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്തു. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അത് ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർത്തത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ മൈക്രോവേവിനകത്ത് വെച്ച് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ബട്ടർ കുറച്ച് ലംബി ആയിട്ട് കിടക്കുന്ന കണ്ടോ? ഈ ലംബൊക്കെ ഒന്ന് മാറി ഇത് നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും 1 മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. മുട്ടയുടെ ഷെല്ലൊന്നും ഇതിനകത്ത് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുട്ട വേറൊരു പാത്രത്തിനകത്ത് ക്രാക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. മുട്ട ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഉടഞ്ഞു ചേരുന്നത് വരെ മിക്സ് ചെയ്യുക. മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. വേണമെങ്കിൽ മാത്രം മതി കേട്ടോ, പഴത്തിന് നല്ല മധുരമുണ്ട്. ഇനി ഈ ബൗൾ അങ്ങ് എടുത്ത് മാറ്റി ഒരു ക്ലീൻ ബൗൾ വെക്കുക. അതിനകത്തേക്ക് 1 കപ്പ് ആൽമണ്ട് ഫ്ലവറും 1 കപ്പ് ഓട്സ് ഫ്ലവറും ചേർക്കുക. ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ച പൊടിയൊന്നും അല്ല കേട്ടോ. 1 കപ്പ് ആൽമണ്ടും 1 കപ്പ് ഓട്സും, റോൾഡ് ഓട്സും നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചെടുത്താൽ ഈ പൊടി റെഡിയായി. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ മാറ്റി വെച്ചേക്കുന്ന പഴം മിക്സ്ചർ എടുത്ത് അതിനകത്തോട്ട് ഈ പൊടികളും കൂടെ ചേർത്ത് ഒരു സ്പാച്ചില കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഒരുപാട് വിഗറസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് റോൾഡ് ഓട്സ്, പൊടിക്കാത്ത ഓട്സും കൂടെ മിക്സ് ചെയ്യുക. 1 കപ്പ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ജെന്റ്ലി ഫോൾഡ് ചെയ്ത് നമ്മൾ ഓട്സ് മുഴുവൻ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ആക്കി എടുക്കുക. ഇനി 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. ഇനി ഈ മിക്സ്ചർ ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് പൊതിഞ്ഞ് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് ചില്ല് ചെയ്യാനായിട്ട് വെക്കുക. ഇച്ചിരി നേരം കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം. എൻ്റെ ഡവ് ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് കുക്കി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അവൻ ഞാൻ ഓൾറെഡി 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇതുപോലെ ഈ കുക്കി ഡവ് ചെറിയ ബോളുകളായിട്ട് നമ്മുടെ ബേക്കിംഗ് ഷീറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ്. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പം ഇതെല്ലാം പരന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അവനിലോട്ട് മാറ്റാം. ഈ കുക്കീസിന് 10 മിനിറ്റ് ബേക്കിംഗ് ടൈം മതി. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഒരു chewy കൺസിസ്റ്റൻസിയിലുള്ള കുക്കിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ക്രിസ്പി ആയിട്ടുള്ള കുക്കി തന്നെ വേണമെന്നുള്ളവർക്ക് നമുക്ക് വേറൊരു റെസിപ്പി വേറൊരു ദിവസം ചെയ്യാനാ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ കുക്കീസ് ഇപ്പോൾ ബേക്കായി ആവശ്യത്തിന് കൂളായി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
നമുക്കിത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാവേ. കറക്റ്റായിട്ടൊരു ചോക്ലേറ്റ് ചിപ്പാണ് വായിക്കുന്നത്. നല്ല മധുരമുണ്ട്. എക്സ്ട്രാ നമ്മൾ ചേർത്ത ഷുഗർ ചേർക്കണം എന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ മാത്രം. ഒത്തിരി ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ. പഴത്തിന് നല്ല മധുരമുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ആവശ്യത്തിന് മധുരമുണ്ട്. ഇപ്പം നല്ല മധുരമുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ 10 മിനിറ്റ് മാത്രമേ ബേക്ക് ചെയ്യാവുള്ളൂ. കൂടുതൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ഒരു chewy കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്, കുക്കീസ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.